അങ്ങനെ ഒരു മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും കോളേജിലേക്ക് തിരിച്ചു പോകണം. രാവിലത്തെ ഫുഡ് ഇടി കഴിഞ്ഞ് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത് നോക്കിയപ്പോൾ ലേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് വഴിയിലൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി ഭാഗ്യത്തിന് സീറ്റും കിട്ടി അവിടെ വന്നിരുന്നു. പിന്നെ നോക്കിയപ്പോൾ പോട്ടെത്തി. പിന്നെ ചാലക്കുടിയിൽ ഇറങ്ങി മാളയ്ക്കുള്ള ബസ്സും കയറി. ഇതാണ് നമ്മുടെ കോളേജ്, പോളിഗ്രേസ് പോളിടെക്നിക് കോളേജ്. അങ്ങനെ കോളേജിന്റെ ഉള്ളിൽ കയറി നമ്മൾ ക്ലാസ് കണ്ടുപിടിക്കുകയോ തേർഡ് ഇയർ ആകുമ്പോൾ നമുക്ക് ഈ ക്ലാസ് ആണ് തരാം. ക്ലാസ്സിന്റെ തൊട്ട് നേരെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും. അപ്പോൾ ഒരു കൊല്ലം മുഞ്ചി. ഇന്നലെയാണ് ക്ലാസ് തുടങ്ങിയത്, പക്ഷെ നമ്മൾ പോയില്ല. അതുകൊണ്ട് കുറേ നോട്ടൊക്കെ എഴുതാനുണ്ടായി. പിന്നെ അത് കുറേ നേരം എഴുതി ബ്രേക്കിന് പുറത്തൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങി നടന്ന് വീണ്ടും ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് സെമിനാറിന്റെ ടോപ്പിക് നോക്കാൻ പറഞ്ഞു കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി. പിന്നെ ഉച്ചത്തെ ഫുഡ് അടി കഴിഞ്ഞ് കയ്യേക്ക് വന്ന് എല്ലാവരും കൂടെ വട്ടം കൂടിയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കോളേജൊക്കെ വളരെ നേരം നോക്കിയിരുന്നു. റെക്കോർഡ് മേടിക്കാനുള്ള പൈസ എടുത്ത് 4 റെക്കോർഡ് പോയി മേടിച്ച് ക്ലാസ്സിൽ വന്ന് പേരൊക്കെ ഇരുന്ന് എഴുതി. പിന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കലേ. ക്ലാസ്സിൽ വന്നുള്ള അപ്പോൾ തന്നെ റെക്കോർഡൊക്കെ എഴുതിക്കലേ. എഴുതി മടുത്തിരിക്കുമ്പോഴാണ് മിസ് ക്ലാസ് എടുക്കാൻ വന്നത്. പിന്നെ പോകാറായി ഇപ്പോൾ കുറച്ച് റെഡിയായി. പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കലേ. ചാലക്കുടിക്ക് ബസ്സും കയറി ചാലക്കുടി വന്ന് ഇറങ്ങി കുറച്ച് ബുക്കൊക്കെ മേടിക്കാനുണ്ടായി. അതൊക്കെ മേടിച്ച് പിന്നെ ഒരു പൗച്ചും മേടിച്ച് അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഉള്ളി മേടിക്കാനുണ്ടെന്ന്. അങ്ങനെ ഓരോന്ന് ഉള്ളി പറക്കി എടുത്ത് അങ്ങനെ 1 കിലോ ആക്കി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ധോണിയുടെ പടമുള്ള ഓയിൽ മേടിച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ച് പിന്നെ പോട്ടയ്ക്ക് ബസ്സും കയറി പോട്ടയിൽ വന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ മേടിച്ച് ചോക്കോബായി കഴിച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ അമ്മ വന്നു. പിന്നെ അമ്മയും ഞാനും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ മഴയൊക്കെ കൊണ്ട് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചിപ്സും വരുത്തുന്ന എല്ലാവരും കൂടെ കൂട്ടത്തോടിരുന്ന് ഗെയിം കളിക്കില്ലേ. ഇവരാണ് ഇർഫാൻ, ഈ ഗെയിമിലെ പ്രോ പ്ലെയർ ആണ് ഇവൻ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കളിച്ച് പിന്നെ നോട്ട് എഴുതി പിന്നെ ഫുഡ് അടിക്കാൻ പോയേ. ഓക്കെ ബൈ.